ഹായ് മക്കളമാരെ, എല്ലാവരും ലഞ്ചൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയ. ഞാനേ ഇന്ന് ചോറ് വെക്കേണ്ടെന്ന് വിചാരിച്ച, പക്ഷെ ഒരു പറ്റിയിൽ പറ്റി. എന്തെന്നറിയാമോ, ഞാനിവിടെ ഇന്ന് ഫ്രൈഡ് റൈസ് വെക്കാതിരിക്കുമായിരുന്നു. ചില്ലി ചിക്കനും കൂടെ വെക്കാതിരിക്കുമായിരുന്നു. ചില്ലി ചിക്കന് വേണ്ടി ചിക്കൻ എടുത്ത് ഡീപ് ഫ്രീസറിൽ ഇട്ടിട്ടേ ഞാൻ പിന്നെ പൈസ അടയ്ക്കാൻ പോയി. മോളെന്നാ ചെയ്യുന്നറിയാമോ, മേളിൽ പോയിരുന്നു പൂച്ച കാര്യമായിട്ട് കഴിച്ചിട്ട് പോയി. പിന്നെ ദേ വന്നിട്ട് ഞാൻ അരി അടപ്പ കിടക്കുന്നു. അരി അടപ്പയിട്ട് ഇനി ഞാൻ എന്തെങ്കിലും ഉച്ചക്കത്തിന് ഒരുങ്ങണ്ടേ, ചോറുണ്ടാക്കാൻ പോവാണ്. വാ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോ. ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിക്കാതിരുന്നത്, അത് കഴിക്കാൻ യോഗം ഇല്ലായിരുന്നു. ചില്ലി ചിക്കൻ കഴിക്കാൻ യോഗം ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് ചോറ് എങ്ങനെ അടിക്കാം. അപ്പൊ ഞാൻ ഇച്ചിരി സാമ്പാറും വെച്ച് മീന് മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഓണത്തിന് മുമ്പേ മേടിച്ച മീനാ. അപ്പൊ അത് ഞാൻ അതെടുത്തോണ്ട് വന്ന് ഡീപ് ഫ്രീസറിലിട്ടു. അതും വെച്ച് ഇച്ചിരി പരിപ്പും വെക്കാന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇതൊക്കെ അരിയട്ടെ. അരിമങ്ങൾ കണ്ടോ, ഈ പച്ചത്തക്കാളിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അരയ്ക്കുവാണേ. ഇന്നലെ മോനൊക്കെ വന്നപ്പോഴത്തേനെ അവരുടെ അവിടുന്ന് പച്ചത്തക്കാളിക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ വിചാരിക്കും ഇനി 3 പച്ചത്തക്കാളിക്ക് എടുത്ത് തോരനും വെച്ച് ഇത് സാമ്പാറിനകത്ത് അരിഞ്ഞിടാന്ന്. കുറച്ചധികത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. തോരൻ വെക്കാനല്ലേ നല്ലതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ വെച്ചിട്ടില്ല, അറിയാവുന്നവരുണ്ടെ പറയണേ. ഞാൻ നാളെ ഒന്ന് വെച്ച് നോക്കുകയാണ്. പച്ചത്തക്കാളിക്ക് എന്തെങ്കിലും കൊള്ളാം, തീയിൽ വെക്കാൻ കൊള്ളാം തോന്നുന്നുണ്ട്. വേറെ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ പറയണേ. ഇതല്ല സാമ്പാറിനാണേ. കുറച്ചധികത്തിൽ പച്ചക്കറി ഇരിപ്പുണ്ട്. ഇനി മക്കൾ ഇപ്പോൾ മോള് ഇളയാളോടെ പോയി കഴിഞ്ഞാൽ പച്ചക്കറി എല്ലാം ഇരുന്ന് കേടായി പോകും. അപ്പം ഞാൻ വിചാരിച്ച സാമ്പാറും കൂടെയൊക്കെ വെച്ചാൽ കാപ്പിക്കൊക്കെ എടുക്കാമല്ലോ നമുക്ക് സാമ്പാർ. അപ്പം ഞാൻ സാമ്പാർ വെക്കാൻ പോന്നു. ഇത് സാമ്പാർ പരിപ്പേ അടപ്പേ കിടന്ന് തിളച്ചില്ല. തിളച്ചതിന് ശേഷം ഈ കഷ്ണങ്ങൾ അതിനകത്തോട്ട് അങ്ങ് പറക്കിയിട്ടു. കഷ്ണമൊക്കെ അല്ല, പരിപ്പേ നന്നായിട്ട് തിളച്ച് ഇല്ല. ഞാൻ ഈ പച്ചത്തക്കാളിക്കതാ കഴുകി വെച്ചേക്കുന്നത്, അതായി ഇടാൻ പോകുന്നത്. ഇനി കഷ്ണങ്ങൾ അവിടെ കിടന്ന് വേവട്ടെ. ഞാൻ നേരത്തെ മീൻ തേങ്ങ അരച്ച് അത് അടപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്നാവും. അതവിടെ ആവുന്നു. ഇതുണ്ടോ ബ്രിഞ്ചാളേ, ഇതേവണ്ണം റൗണ്ടായിട്ട് അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഗരം മസാല, കോൺഫ്ലവർ ഇല്ലെന്നുണ്ടെങ്കിൽ കടലമാവ് പൊടിയാണെങ്കിലും മതി. അതിൻ്റെ അരിപ്പൊടിയാണ് കുറച്ച് നേരം വെക്കണം. ഉപ്പും കൂടി ഇട്ട് ഇടയ്ക്ക് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞെടുത്ത് വറക്കണേ. ഭയങ്കര ടേസ്റ്റ്. അതിനുവേണ്ടി മോൾക്ക് 2 മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ വരുമ്പോൾ ഇത് സ്ഥിരമായിട്ട് അവരുണ്ടാക്കും. അപ്പോൾ അതാണത്. ഇതുണ്ടോ പച്ചത്തക്കാളിക്ക് ഞാൻ ഇതല്ല ചോപ്പറിനകത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടിട്ട് ചോപ്പ് ചെയ്ത് കണ്ടോ, ഇത് ചോപ്പ് ചെയ്തതാണ്. ഇങ്ങനെ അരിഞ്ഞിട്ടേ ഒരു സവാളയും കൂടെ ഇട്ട് ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പോകാം. നല്ല ടേസ്റ്റ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. 2 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈ ഉപ്പും എല്ലാം കൂടെ ഇതിനകത്ത് പിടിക്കും. ഉലുവപ്പൊടിയോ, ഞാനേ സാമ്പാർ വെക്കാൻ തന്നെ സാമ്പാർ പൊടിയൊന്നും ഞാൻ അങ്ങനെ മേടിക്കാറില്ല. ഞാൻ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന സാധനങ്ങളിട്ടാണ്, പ്രത്യേകിച്ച് അതൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ സാമ്പാർ പൊടി എന്നും പറഞ്ഞ് പ്രത്യേകിച്ചൊരു പൊടി അങ്ങനെ മേടിക്കാറില്ല. അതിനകത്ത് ഞാൻ ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേർക്കത്തില്ലേ, കായപ്പൊടി, കായം, ഇതൊക്കെ ചേർത്താണ് ഞാൻ വയ്ക്കാറുള്ള സാമ്പാർ. നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മളിതൊക്കെ ആക്കിയതിന് ശേഷം അതിനകത്ത് പുളി ഉപ്പും കൂടെ പിഴിഞ്ഞൊഴിക്കും. പിന്നെ ഒരു തക്കാളിക്ക് ഞാൻ ഇടുമ്പോൾ, ഞാൻ അരിയുമ്പം തന്നെ ഈ തക്കാളിക്കും കൂടെ അതിനകത്തോട്ട് ആക്കും. എന്നിട്ട് അവസാനം ഞാൻ കടുവറുത്ത് ഇതെല്ലാം ആയതിനു ശേഷം കടുവറുത്ത് അതിനകത്തോട്ട് വെണ്ടയ്ക്കയും കൂടെ വഴറ്റി ഇടുകയാണ് ഞാൻ സാധാരണ സാമ്പാർ വെക്കുന്നത്. അതേപോലെയാണ്, നല്ല ടേസ്റ്റാണ്. ഇവിടെ മക്കളുമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവസാനം വാങ്ങിയതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് മല്ലിയില ഇടുകയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. ഇവിടെ വീട്ടിൽ പിന്നെ ഇന്ന് ഈ പ്രാവശ്യം ചേനയൊക്കെ കിളച്ചപ്പോഴത്തേനെ ചേനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റായിരുന്നു അത് കേട്ടോ. ഈ പ്രാവശ്യം സാമ്പാർ വെച്ചപ്പോഴത്തേനെ ഞാൻ പിന്നെ അതുകൂടാതെ ഇതിനകത്ത് LG കായമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ LGയുടെ കായം നല്ല സോഫ്റ്റായിട്ടുള്ള കായമില്ലേ. പിന്നെ പരിപ്പ് കറിയൊക്കെ വെച്ച് അതിന് കടുവറുത്ത്, ഇതിന് സാമ്പാറിനും എല്ലാത്തിനോടും ഒരുമിച്ചാണ് ഞാൻ കടുവറുത്തത്. ആദ്യം പരിപ്പിന് കടുവറുത്തങ്ങ് കോരിയിട്ട് പിന്നെ അതിനകത്തോട്ട് സാമ്പാറിന് ഇട്ട് അവസാനം സാമ്പാറിന് ഇടുമ്പോഴത്തേനും നമുക്ക് വെണ്ടയ്ക്ക കൂടെ ഒന്ന് വഴറ്റണമല്ലോ. അപ്പോൾ അതും കൂടെ ഇട്ട് വഴറ്റി. വെണ്ടയ്ക്ക വഴറ്റുക എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങനെ ഇതാകണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു കൊഴുപ്പ് പോലത്തേക്ക് കുറച്ചൊന്ന് മാറും. നമ്മൾ എണ്ണയിലിട്ടാക്കുമ്പോൾ നമുക്കതറിയാൻ പറ്റും. അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ നമ്മുടെ സാമ്പാറിനകത്തോട്ട് ഒഴിക്കുന്നത്.
അങ്ങനെ ഒഴിച്ചതിന് ശേഷം ഒരു സ്വല്പ നേരം ഒന്ന് തിളപ്പിക്കും. ഒരു 2-3 പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പും കൂടെ കിട്ടും. എന്നിട്ട് അങ്ങ് തീ ഓഫാക്കിയിട്ട് ഞാൻ മല്ലിയിലയും കൂടെ ഇട്ട് അങ്ങ് അടച്ചു വെക്കും. പിന്നെ തീ ഇടാറില്ല. മല്ലിയിലയും കൂടെ ഇട്ട് പിന്നെ അടച്ചു വെക്കുകയാണ് സാധാരണ. ഇവിടെ ഞാൻ ഈ ചീനിച്ചട്ടിയിലോട്ട് തന്നെ അങ്ങ് കടുവറുത്ത് നമ്മുടെ തോരനില്ലേ, നമ്മുടെ തക്കാളിക്ക തോരൻ, പച്ചത്തക്കാളിക്ക തോരനും വെച്ച് നല്ല അടിപൊളി തോരനായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പച്ചത്തക്കാളിക്ക തോരൻ വെച്ചത്. പിന്നെ അതും വെച്ച് പച്ചത്തക്കാളിക്ക തോരനും വെച്ചിട്ട് അടച്ചു വെച്ച്, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഞാനിത് ഇളക്കി വെച്ചേക്കുമായിരുന്നു എന്നുള്ള കാര്യം. ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ച് നന്നായിട്ട് ആവി വന്നതിന് ശേഷം തുറന്ന് ഇളക്കി ആവി കൊണ്ടിരുന്ന് വേണം. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണ് നമ്മുടെ പച്ചത്തക്കാളിക്കയുടെ അത് തുറന്ന് നേരത്തെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഈ തക്കാളിക്ക് ചെറിയൊരു പുളിപ്പുണ്ട്, ചെറുതായിട്ട്. അതും ഈ ഉപ്പും തേങ്ങയും ഉള്ളി എല്ലാം കൂടെ കിടന്ന് അങ്ങനെ അന്ന് ആകുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാൻ ബ്രിഞ്ചാളും എടുത്ത് പാനിനകത്ത് വറുത്ത് ഫ്രൈ ആക്കി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് അങ്ങനെ പെട്ടെന്ന് ഞാൻ പ്രിപ്പയറൊക്കെ ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. തക്കാളിക്ക് ആദ്യമായിട്ട് വെച്ചതാണെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു. ബ്രിഞ്ചാളും അതേപോലെ. ബ്രിഞ്ചാളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണേ, തക്കാളിക്ക് അതേപോലെ പരീക്ഷിച്ച് നോക്കണേ ചെയ്യാത്തവർ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പാനിനകത്ത് ഇതേപോലെ നിരത്തിയിരുന്നാൽ മതി, ഒരുപാട് എണ്ണ കോരി ഒഴിക്കണ്ട, ഇതേപോലെ നിരത്തി വെച്ച് ആക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഓക്കേ, അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഒരുങ്ങിയിട്ടുണ്ടേ. വാ കാണിച്ചേക്കാം. ചോറ് കറി, പരിപ്പ് കറി. ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. എന്താണെന്നറിയാമോ? തക്കാളിക്ക തോരൻ, പച്ചത്തക്കാളിക്ക. വേണ്ട ബ്രിഞ്ചാൾ ഫ്രൈ, കപ്പ, ഇഞ്ചിക്കറി, ഓണത്തിൻ്റെ ഇഞ്ചിക്കറി തീരാറായി കണ്ട. സാമ്പാർ, ഓണത്തിൻ്റെ കുറേ പച്ചക്കറികളുണ്ട്. അപ്പം ഞാനത് ഇതിൻ്റെ അടുത്ത് സാമ്പാർ വെച്ച്. അപ്പോൾ എനിക്ക് ആ പച്ചക്കറി കേടാവില്ലല്ലോ, ഫ്രിഡ്ജ് എടുത്ത് വെച്ചാൽ മതി. ഇതേ ഓണത്തിൻ്റെ മാങ്ങാച്ചാറ്, പിന്നെ ദേ 2 നാരങ്ങയുണ്ട്, വെള്ള നാരങ്ങയുണ്ട്, മറ്റേ അല്ലാത്ത മധുരമുള്ള നാരങ്ങയുണ്ട്. അപ്പം ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.